സിമി റോസ്ബെൽ ജോണിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി. കോൺഗ്രസ് നേതാക്കൾക്കെതിരായ ആരോപണത്തെ തുടർന്നാണ് നടപടി. പാർട്ടിയിൽ സ്ത്രീകൾ ചൂഷണത്തിന് ഇരയാകുന്നുവെന്ന ഗുരുതര ആരോപണമാണ് സിമി ഉന്നയിച്ചത്. വിശദാംശങ്ങളുമായി നിതിൻ പ്രഭാകർ ചേരുന്നു. നിതിൻ, കഴിഞ്ഞ ദിവസം നിതിനുമായിട്ടുള്ള അഭിമുഖത്തിലാണ് സിമി റോസ്ബെൽ ജോൺ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവരെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ? അനുപ്രിയ, അല്പസമയം മുമ്പാണ് AICC അംഗവും മുൻ മഹിളാ കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയുമായ സിമി റോസ്ബെൽ ജോണിനെതിരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നടപടിയെടുത്തിരിക്കുന്നത്. KPCC അധ്യക്ഷൻ K സുധാകരന്റെ നിർദ്ദേശാനുസരണം നടപടി സ്വീകരിച്ചു. അവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്നാണ് അല്പസമയം മുമ്പ് KPCCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി M ലിജു പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. അനുപ്രിയ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം അവർ കേരള വിഷൻ ന്യൂസുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ എറണാകുളത്ത് പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു. ആ പവർ ഗ്രൂപ്പിൽ പെടാത്ത ആളുകൾക്ക്, അതായത് വനിതാ പ്രവർത്തകർക്ക് പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കില്ല. പാർലമെന്ററി രംഗത്തേക്ക് അവരെ കൊണ്ടുവരില്ല. ഇത്തരം നേതാക്കളെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ പാർട്ടിക്കകത്ത് വനിതകൾക്ക് സ്ഥാനം ലഭിക്കുകയുള്ളൂ എന്ന് അവർ കൃത്യമായി തുറന്നടിച്ചിരുന്നു. കൂടാതെ പാർട്ടി നേതാക്കളിൽ നിന്ന് ചൂഷണം നേരിട്ട നേതാക്കന്മാരുടെ വനിതാ പ്രവർത്തകരുടെ വിശദാംശങ്ങൾ അവർക്കറിയാമെന്നും വരും ദിവസങ്ങളിൽ അത് പുറത്തുവിടുമെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ ചില വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ KPCC നേതൃത്വത്തിന് പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സിമി റോസ്ബെൽ ജോണിനെ പാർട്ടിയുടെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള വാർത്താക്കുറിപ്പ് KPCCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M ലിജു പുറത്തിറക്കിയിരിക്കുന്നത്. KPCC പ്രസിഡന്റ് K സുധാകരന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്ന് വാർത്താക്കുറിപ്പിൽ കൃത്യമായി വ്യക്തമാക്കുന്നത്. എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ഒരു സ്ത്രീക്കെതിരെ സംഘടന ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നു. വരും ദിവസങ്ങളിൽ പാർട്ടിക്കകത്ത് ഇത് വലിയ ചലനത്തിന് ഇടയാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അനുപ്രിയ, നിതിനുമായിട്ടുള്ള അഭിമുഖത്തിൽ സിമി വ്യക്തമായി തന്നെ പറയുന്നുണ്ടായിരുന്നു മറ്റു പാർട്ടികളിലേക്ക് താൻ പോകില്ല എന്ന്. എന്തായിരിക്കാം സിമിയുടെ ഇനി അടുത്ത നീക്കം? കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കാര്യം അവരോട് കൃത്യമായി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, പാർട്ടിക്കകത്ത് ഒരു ശുദ്ധി കലശമാണ് താൻ ലക്ഷ്യം വെക്കുന്നത്. പാർട്ടിയിൽ ഇത്തരം പവർ ഗ്രൂപ്പുകൾ ഇല്ലാതാവണം. കഴിവും പ്രാപ്തിയുമുള്ള വനിതകളെ പൊതുരംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പാർട്ടി തയ്യാറാകണം. നിലവിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ അവരെ പ്രീതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരുടെ പവർ ഗ്രൂപ്പിൽ അംഗമായ VD സതീശന് ഇഷ്ടപ്പെട്ട ആളുകളെ മാത്രമാണ് പാർട്ടി നേതൃനിരയിലേക്ക് കൊണ്ടുവരുന്നത്. അതിനെതിരെയാണ് താൻ പോരാടുന്നത്. പാർട്ടിക്കകത്ത് നിന്ന് താൻ പോരാടുമെന്നായിരുന്നു അവർ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ പാർട്ടി നടപടി സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ പാർട്ടി നടപടിക്ക് പിന്നാലെ ഞാൻ നിരവധി തവണ സിമി റോസ്ബെൽ ജോണുമായി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവർ ഫോൺ എടുക്കാൻ തയ്യാറായിട്ടില്ല. അല്പസമയത്തിനകം അവരുടെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനുപ്രിയ, സിമി റോസ്ബെൽ ജോണിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കൾക്കെതിരായ ആരോപണത്തെ തുടർന്നാണ് നടപടി. വിശദാംശങ്ങളാണ് നിതിൻ നൽകിയത്.